ടൗണുകളിലാണ് താമസിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് അമ്മയുടെ വീട്ടിലും അച്ഛന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തൊക്കെ പോകുമ്പോൾ അവിടെ ഓണപ്പൂ പറിക്കാനും ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂ പറിക്കാനും ഞങ്ങളുടെ കുലത്തൊഴിൽ ക്ഷേത്രത്തിൽ പൂ പറിച്ച് മാല കിട്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ചെല്ലുന്ന മുത്തശ്ശി പൂ പറിച്ച് കൊണ്ടുവന്നു. അപ്പൊ അതിനും അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള കുറെ പരിചയം. അങ്ങനെയാണെങ്കിൽ ഞാൻ ശരിക്കും പൂക്കളെ പറ്റിയും ഇതിനൊക്കെ മനസ്സിലാക്കുന്നത് തന്നെ മുത്തശ്ശിയിൽ നിന്ന് കിട്ടുന്ന ഞാനാണ്. മുത്തശ്ശി കൂടെ വരും. ഇവിടെ മുറുക്കുന്നത്തെ പോലെ എനിക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും എന്റെ മുത്തശ്ശി ഒരുപാട് ഈ ഇത് വീട്ടിൽ ചെല്ലുന്ന കാലത്ത്, അതായത് തറവാടുകളിൽ ചെല്ലുന്ന കാലത്ത് തന്ന അതൊക്കെ ഞാൻ ഒരു ഗൃഹാതരത്വത്തോടുകൂടി ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തുപോയി. പഠിച്ച ബോട്ടണി ശാസ്ത്രജ്ഞൻ പറഞ്ഞു തരുന്നതിലും എത്രയോ നന്നായി മനസ്സിലാകുന്ന തരത്തിലാണ് ഓരോ സത്യത്തെയും ഇതിൽ അവതരിപ്പിക്കാൻ. ഞാൻ ബോട്ടണി ശാസ്ത്രജ്ഞന്മാരെ താഴ്ത്തിക്കെട്ടല്ല ചെയ്യുന്നത്. പക്ഷെ ആദ്യ വായനയ്ക്ക് ഇത് വേണം, എങ്കിലേ നമുക്കതിലേക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ഒരിക്കൽ താല്പര്യമുണ്ടായാൽ പിന്നെ ആ വിഷയം പഠിക്കും. താല്പര്യമില്ലാത്ത വിഷയം ഒരിക്കലും പഠിക്കാനും സാധിക്കില്ല. താല്പര്യം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള വിവരണം വസ്തുതകൾ ആവശ്യമാണ്. ഇവിടെ എന്തെല്ലാം ഈ പല പല ചെടികളെയും കുറിച്ച് അവതരിപ്പിക്കുന്ന തന്നെ ഈ ചോരക്കാലി ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ആദ്യയാത്ര. ഞാനൊരു 1-2 വാചകങ്ങൾ വായിക്കട്ടെ. ആദ്യയാത്രയിലെ ഓർമ്മയിൽ നിന്നത് ചോരക്കാലി തന്നെയാണ്. അതിന്റെ ഉപയോഗമെല്ലാം വളരെ വളരെ മല ഇറങ്ങുന്നിടത്ത് ഞങ്ങൾ കുറച്ച് സ്ഥലമുണ്ട്. തലച്ചവടായി വരുന്നവർ ആ പറമ്പില് മലയിലും ചുവട്ടിലായിരുന്നു പാരമടക്കി വെച്ചിട്ടുണ്ട്. കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മയിലുള്ളിന്റെ മഞ്ഞ വിറക് കണ്ടിട്ടുണ്ട്. അപ്പൊ മഞ്ഞ നിറമാണ്. ഇതെല്ലാം ഓരോന്നും അതിന്റെ ഭാഗമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ അതുപോലെ തേരകം, ഇതും എനിക്കറിയില്ല എന്താ ഈ തേരകം എന്നുള്ളത്. മുസ്ലിംകൾക്കിടയിൽ ബറാത്ത് രാവിന് മുമ്പായി തേരകത്തിന്റെ കൊണ്ട് തേച്ചുകൂടി ഒരു ആഘോഷമാണ്. കുടിയില കൊണ്ട് തേച്ചു കുടിക്കാൻ എന്താ പറയാം, തേരകം എന്താന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോന്നും അതിന്റെ ഉപയോഗം പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് സത്യങ്ങളെ ഉമ്മമായാലും ഇവിടെ കണ്ടുകൊടുക്കും. അങ്ങനെ ഓരോ സത്യങ്ങളെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞവരാണ്. പിന്നെ നമ്മൾ വളരെ കാലം എന്റെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പല ചെടികളും സ്ലേറ്റ് പറ്റ, ഇന്ന് സ്ലേറ്റും ഇല്ല, പച്ചയില്ല. മഷിത്തണ്ട്, മഷിയില്ല, മഷിത്തണ്ട് ഇപ്പൊ ഡോട്ടന്നായി. മഷിമുക്കി എഴുതുന്നതിലുള്ള ഈ മഷിത്തണ്ട് എന്ന് പറയുന്നത് സ്ലേറ്റ് മാറ്റാൻ ഉപയോഗിച്ചിരുന്നത് തന്നെയാണ്. ഇപ്പോഴും എന്റെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്നുണ്ട്. ഞാൻ കാണും, എനിക്കത് പറിച്ചു കളയാൻ തോന്നില്ല. അല്ലാതെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഈ മഷിത്തണ്ടിന് വേണ്ടി വഴക്കടിച്ചിട്ടുണ്ട്. ചിലർക്ക് അതുണ്ടാവും. വീട്ടിൽ കൊണ്ടുവരുമ്പോ അച്ഛവന്റെ മഷിത്തണ്ട് കട്ടെടുത്ത് എന്റെ സ്ലേറ്റ് മാറ്റുന്ന ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്റെ മനസ്സിലിങ്ങനെ ഒരു ചെറിയ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വന്നിത് വായിക്കുന്ന സമയത്ത്. അങ്ങനെ ഒരുപാട് സാധനങ്ങള്, പൂവാങ്കുറന്തലൻ, കറുകൻ. ഇന്ന് ദശപുഷ്പം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. എന്തിന്റെ മാങ്ങ ഒരു അനുഭവം ഉണ്ട്. ഒരു നഴ്സറി സ്കൂളിലെ ഒരു ടീച്ചർ, ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞ കഥയാണ്. തീർച്ചയായും കൊണ്ട് പറഞ്ഞു, മാഷ എന്റെ ഈ ഒരു കുട്ടിയുടെ മാങ്ങ വരയ്ക്കാൻ പറഞ്ഞു. മാങ്ങയുടെ ചിത്രം പിന്നെ കതിരത്തിലൊരു മാമ്പഴം, എന്റെ വീട്ടിൽ കതിരത്തിലെ ടീച്ചർ മാമ്പഴം. ഈ കുട്ടി കണ്ടിരിക്കുന്ന ആദ്യ ഫ്രൂട്ടിയുടെ ഫ്രൂട്ട് കതിരത്തിലാക്കിയത്. ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മള്. അരിച്ചെടി എന്ന് പറയുന്നവരാണ്. അരിയുടെ ചെടി നെല്ല് കാണാതെ അരി മാത്രം കണ്ട അരിച്ചെടി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ കാലത്ത് ഈ പൂവാൻകുറങ്കടയും കരകയും മുക്കുറ്റി നിലപ്പനി ഒക്കെ മനസ്സിലാക്കുന്നത് ഈ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഉപയോഗം പറഞ്ഞുകൊണ്ട് അങ്ങനെ അവതരിപ്പിക്കുന്ന നമുക്ക് നേരിട്ട് ആടലോടം ഇതൊക്കെ നമുക്ക് മരുന്നുകളാണ് നമുക്കറിയാം. ഇതെന്താ ഇങ്ങനെ എത്രയോ ചെടികളുടെ 8 കെട്ടായിട്ട് ഒരു മരുന്നുകളെ പോയിട്ട് ഇങ്ങനെ അറിയാൻ നമ്മുടെ മുമ്പിൽ വളരെ ഹൃദയസ്ഥർക്കായിട്ടുള്ള ഒരു ആവിഷ്കാരണമാണ് ആ പച്ചയുടെ പൂവളം എന്നുള്ള പേര് കാണുന്നത്. നത്താൻമടിയാണ്. നത്താൻമടി എന്ന് പറഞ്ഞാൽ നേരത്തെ മരിച്ചു കഴിഞ്ഞാൽ കത്ത് കേൾക്കുന്ന ഒരു സാധനമാണ്. ഇന്ന് പലരും വിളയിക്കുന്ന പലരും തന്നെ കണ്ടിട്ടുണ്ടാകും, എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ എന്തെല്ലാം കുട്ടിക്കാലത്ത് ഈ പ്രകൃതി പദ്ധതി ഞാൻ പഠിക്കുന്ന കാലത്ത് 2-3 മാസം അന്ന് ലക്ഷ്മി എസ്റ്റേറ്റ്, ഇന്ന് ലക്ഷ്മി അടുത്ത കാലത്ത് പോയിട്ട് എനിക്ക് സങ്കടം തോന്നി. ലക്ഷ്മി എസ്റ്റേറ്റ് മുഴുവൻ റിസോർട്ടുകളാണ്. വളരെ ഭംഗിയുണ്ടായിരുന്നു ലക്ഷ്മി എസ്റ്റേറ്റിന്റെ താഴ്വര കണ്ടത്. 2-3 മാസം താമസിക്കേണ്ടായിരുന്നു. അന്നത്തെ അതെല്ലാം ഹരിയാന തത്വമല്ല പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. വളരെ ഇത് തോന്നിയില്ലെന്ന് വീട്ടിൽ താത്താതെ പരിക്കം പോയി